ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ചെറിയൊരു മസാലക്കൂട്ടും തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു അല്പം പുതിനയാണ്. അപ്പോൾ ഇതുപോലെ വളരെ കുറച്ച് മാത്രം പുതിനയില ചേർത്ത് കൊടുത്താൽ മതിയാവും. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇനിയിപ്പം പുതിനയില ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. പുതിനയില ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പിടി അളവിൽ കുറച്ച് മല്ലിയിലയും കൂടി. അപ്പോൾ അതും മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ അത്യാവശ്യം വലിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത്, അതുകൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും കൂടി. അത്യാവശ്യം മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി അല്ലിയാണ്. തീരെ ചെറിയ വെളുത്തുള്ളി അല്ലിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എടുക്കണം. അതുപോലെ തന്നെ നല്ല വലിയ വെളുത്തുള്ളി അല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം മതിയാവും. അപ്പോൾ അതും കൂടി ചേർക്കുകയാണ്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകും കൂടിയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. അതിൻ്റെ പേരിൽ ഒരു 4 പച്ചമുളക് ചേർക്കുകയാണ്. ഇതിനോടൊപ്പം പിന്നെ നമുക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ തൈരും കൂടി. അപ്പോൾ ഇത് വന്നിട്ട് കട്ട തൈര് തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട തൈര് കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വെച്ചിരിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയേക്കണം. അപ്പോൾ ഇതുപോലെ തൈരും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിങ്ങനെ തരിയൊന്നും ഇല്ല, നല്ല സ്മൂത്തായിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ഈ മസാല എല്ലാം ഞാനിപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു പച്ച കളറിലാണ് നമുക്ക് ഈ മസാലക്കൂട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ചിക്കൻ എത്രയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതുപോലെ 1 കിലോ അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ട, അതുപോലെ തന്നെ 2 ഏലക്കയും ഒരു 3-4 ഗ്രാമ്പൂവും കൂടി അതും കൂടി എണ്ണയിലേക്ക് ചേർക്കാം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ സവാളയിൽ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. നമ്മളിപ്പോൾ നീളത്തിന് അരിഞ്ഞെടുക്കില്ലേ, അതുപോലെ അല്ല അരിയുന്നത്, ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതായത് ഇതിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം. ആ ഒരു രീതി വരെ വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. ഇതിന് മുമ്പ് നമ്മളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് തയ്യാറാക്കി നോക്കിയിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ആ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ പിന്നീട് കമൻറ്റായിട്ട് വെച്ചിരിക്കാം. ഇതുപോലെ ഒന്ന് കുറച്ച് സമയം ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ലൈറ്റായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ ചേർക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 2 സ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ ചേർക്കുന്നത്. ഇതിന്നും നന്നായിട്ട് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് മല്ലിപ്പൊടിയും കൂടി. ഈ ഒരു അളവിൽ ഈ സ്പൂണിൽ ഒരു 1.5 സ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത്. അതേ സെയിം സ്പൂണിൽ തന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്.
കൂടെ തന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ചേർക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ ഒരു ചൂടിലിരുന്നിട്ട് നമ്മുടെ മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും, ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ മസാലയൊക്കെ ഏകദേശം ഒരു 2 മിനിറ്റോളം നമ്മളിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മളിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ബാക്കി ചേരുവകളൊക്കെ ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ ആ മസാലയുടെ പച്ച ടേസ്റ്റൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഒരു 2 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ മസാലയുടെയൊക്കെ മണമൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ മീഡിയം സൈസ് തക്കാളിയിൽ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. ആ തക്കാളി നമുക്കിതിലേക്ക് ചേർക്കാം. അത്യാവശ്യം വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 തക്കാളി മതിയാവും. അപ്പോൾ ഈ തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റണം. അത് ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇതുപോലെ തക്കാളിയൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ മസാലക്കൂട്ടും കൂടി ഇതിലേക്ക് ചേർക്കാം. ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ ബാക്കിയുള്ള മസാലയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ചിക്കനും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1.5 കപ്പ് അളവിലാണ് ഇപ്പോൾ ഇതിലേക്ക് വെള്ളം വെച്ചിട്ടുള്ളത്. ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നമുക്ക് എത്രത്തോളം ഉപ്പ് വേണോ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇതുപോലെ നമ്മുടെ മസാല എല്ലാം കൂടി ചിക്കനിലാകുന്നത് പോലെ നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്, നമ്മുടെ ഈ കടായി വന്നിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, ഇത് കാസ്റ്റേൻ്റെ കടായിയാണ്. അപ്പോൾ ഈ കടായിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്കെങ്കിലും വാങ്ങണം താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസ് ചാനലിലൊന്ന് നോക്കിയാൽ മതിയാവും. ഇതുപോലെ എല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിന് മുകളിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും കൂടി വിതറി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേവിയൊക്കെ വീണ്ടും ഒന്ന് വറ്റിയിട്ട് വരും. ആ ഒരു രീതിയിൽ വേണം നമ്മുടെ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാനായിട്ട്. എന്നാൽ ശരി, ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ അങ്ങനെ ഇരിക്കട്ടെ. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ എന്ന്. അതായത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ 5 മിനിറ്റ് ഇടവിട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ വെച്ചിട്ട് ഞാനിത് തുറന്നു നോക്കി ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് കറക്റ്റായിട്ട് നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ആയിരിക്കും എന്ന്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ അടുത്ത പ്രാവശ്യം ചിക്കനൊക്കെ വീട്ടിൽ വാങ്ങുമ്പോഴത്തേക്ക് നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.